ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യക്കെതിരായ പരാമർശങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണല്ലോ. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും ഇന്റർവ്യൂകളിലും പ്രസംഗങ്ങളിലുമെല്ലാം ട്രംപ് ഇന്ത്യക്കെതിരെ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലാണ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് നേരെയുള്ള താരിഫ് വർധന ഭീഷണി നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും പുതിയതായി മറ്റൊരു പ്രസ്താവന കൂടി നടത്തിയിരിക്കുകയാണ്. അത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ്. നേരത്തെ കഴിഞ്ഞ മെയ് 10 ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തത് അമേരിക്കയുടെ മധ്യസ്ഥതയോടെ നീണ്ട രാത്രി ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണവും തൽക്ഷണവുമായ വെടിനിർത്തലിന് സമ്മതിച്ചു. രണ്ട് രാജ്യങ്ങൾക്കും സാമാന്യ ബുദ്ധിയും മികച്ച ബുദ്ധിയും ഉപയോഗിച്ചതിന് അഭിനന്ദനങ്ങൾ. ഇതായിരുന്നു ട്രംപിന്റെ പോസ്റ്റ്. ഈ പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ് ട്രംപിന്റെ അവകാശവാദങ്ങൾ. എന്നാൽ ഇതിനുശേഷം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇത് തള്ളിക്കളഞ്ഞു. വെടിനിർത്തൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക ഡയറക്ടർ ജനറൽമാർ തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളിലൂടെയാണ് ഉണ്ടായതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി. ഇതേക്കുറിച്ച് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്, വെടിനിർത്തൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കൃത്യമായ ആക്രമണങ്ങൾ മൂലമാണ്, അല്ലാതെ അമേരിക്കയുടെ മധ്യസ്ഥതയിലല്ല. ഇതിനെല്ലാം ശേഷം മോദിയെ നേരിട്ട് ട്രംപിന്റെ ഈ അവകാശവാദം തള്ളിയിരുന്നു. ഇതിനൊക്കെ ശേഷവും ട്രംപ് ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതിന് ട്രംപ് പറയുന്ന ന്യായമാണ് ഏറ്റവും രസകരം. ബ്രിക്സ് രാജ്യങ്ങൾ $ഡോളറിന് പകരം മറ്റൊരു കറൻസി ഉപയോഗിച്ചാൽ, അതായത് ബ്രിക്സ് രാജ്യങ്ങൾ ഡോളർ ഉപേക്ഷിച്ചാൽ അവർക്ക് 100% താരിഫ് നേരിടേണ്ടി വരും. കൂടാതെ അമേരിക്കൻ വിപണിയിൽ പ്രവേശനം നഷ്ടപ്പെടുകയും ചെയ്യും. ഇന്ത്യ ബ്രിക്സിന്റെ ഒരു പ്രധാന അംഗമാണ്. അതേസമയം 2030 അമേരിക്കയുമായി ഏതാണ്ട് 43 ലക്ഷം കോടിയുടെ വ്യാപാരം ലക്ഷ്യമിടുകയും ചെയ്യുന്നു. സത്യത്തിൽ എല്ലാ രാജ്യങ്ങളും ഡോളറിൽ കച്ചവടം നടത്തണമെന്ന് പറയാൻ ട്രംപിന് എന്താ അവകാശം? അത് ഓരോ രാജ്യത്തിൻ്റെയും നയങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനങ്ങളല്ലേ. പിന്നീട് ഈ ഭീഷണി ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിൽ ആശങ്കകൾ ഉയർത്തുകയും കരാർ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയുമാണ്. യഥാർത്ഥത്തിൽ വേറെയും ചില കാരണങ്ങളുണ്ട്. അതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ഈ ഭീഷണിക്ക് മുമ്പ് ട്രംപ് അമേരിക്കൻ കമ്പനികളോട് ചൈനയിൽ നിന്ന് ഉൽപ്പാദനം മാറ്റുമ്പോൾ ഇന്ത്യയെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങൾ എത്രയും വേഗത്തിൽ ഉൽപ്പാദനം ചൈനയിൽ നിന്നും മാറ്റുക, പക്ഷേ ഇന്ത്യയിലേക്കോ മറ്റ് ബ്രിക്സ് രാജ്യങ്ങളിലേക്കോ പോകരുത്, അമേരിക്കയിലേക്ക് തിരികെ വരൂ. ഇതാണ് ട്രംപ് അമേരിക്കയിലെ ഒരു റാലിയിൽ പ്രസംഗിച്ചത്. കൂടാതെ ആപ്പിൾ CEO ടീം കുക്കിനോട് നേരിട്ടും ഇന്ത്യയെ ഒഴിവാക്കാൻ പറഞ്ഞിരുന്നു. ഈ പരാമർശം ശരിക്കും ഇന്ത്യയെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ചൈനയിൽ നിന്നും മാറ്റുന്ന ഉൽപ്പാദനത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാകാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ, പ്രത്യേകിച്ച് ട്രംപിന്റെ താരിഫ് യുദ്ധങ്ങൾ തുടങ്ങിയതിന് ശേഷം. ഇതിനെല്ലാം ശേഷം ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ വാർത്ത, ഇന്നലെ വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന ഒരു ഡിന്നറിൽ ട്രംപ് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ 4 or 5 ഒരുപക്ഷെ 5 വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, അതായത് വെടിവെച്ചിട്ടു. എന്നാൽ ഏത് രാജ്യത്തിന്റെ വിമാനങ്ങളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. പാകിസ്ഥാൻ നേരത്തെ ഇന്ത്യയുടെ 5 വിമാനങ്ങൾ തകർത്തതായി പറഞ്ഞിരുന്നല്ലോ. ട്രംപ് ഇപ്പോൾ ഇങ്ങനെ പറയാൻ വേറെയും കാരണങ്ങളുണ്ട്. പണ്ട് മുതലേ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന സൈനിക സഖ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെറിയ അകൽച്ചയിലായിരുന്നു. എന്നാൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അത് വീണ്ടും പഴയ പോലെ ആയിരിക്കുന്നു. പാകിസ്ഥാന്റെ ആർമി ചീഫ് അസീം മുനീറിന്റെ ട്രംപുമൊത്തുള്ള ഡിന്നറിന് ശേഷം കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ചീഫ് സഹീർ അഹമ്മദ് ബാബർ സിദ്ദുവും അമേരിക്ക സന്ദർശനം നടത്തിയിരുന്നു. ഇതെല്ലാം അമേരിക്കയും പാകിസ്ഥാനും സൈനിക തലത്തിൽ കൂടുതൽ അടുക്കുന്നതിന്റെ സൂചനയാണ്. ചുരുക്കി പറഞ്ഞാൽ ട്രംപിന്റെ പരാമർശങ്ങൾ, അതായത് വെടിനിർത്തൽ ക്രെഡിറ്റ്, ബ്രിക്സ് താരിഫ് ഭീഷണി, അമേരിക്കൻ കമ്പനികളോടുള്ള നിർദ്ദേശം, 5 വിമാനങ്ങളെക്കുറിച്ചുള്ള അവകാശവാദം, ഇത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ പിരിമുറുക്കം കൂട്ടുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര നിലപാട് ഈ വിവാദങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഭാവിയിലെ വ്യാപാര പ്രതിരോധ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.